ഫ്രെയിമിലാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത വിഷു അല്ല കഴിയും. ശരിക്കും പഠിക്കാൻ പറ്റും, അതായത് അതിന്റെ ആ വിടുത്തം ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കണ്ണൂരെത്തി, നല്ല ചൂട്, ഓൾറെഡി എവിടുന്നല്ലോ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് തിന്നാൻ പോലെ. അവിടെ ഭയങ്കര പേര് കേട്ട ഹോട്ടലാവില്ല, വലിയ ഫാൻസി ഹോട്ടലല്ല, പക്ഷേ ഇൻസൈഡ് റൂമേഴ്സ് ഐ ഹേർഡ്. അടിപൊളി ലഞ്ച്, സോ ഗുഡ്. നിങ്ങൾ കണ്ണൂർ വരികയാണെങ്കിൽ ഈ ബാബൂസ് ഹോട്ടലിൽ എന്തായാലും പോണം. സാധാ ലഞ്ചാണ്, പക്ഷെ എന്തൊരു ടേസ്റ്റ് അറിയാ. എല്ലാം കിട്ടും, ഉണ്ടച്ചമ്മന്തി, അച്ചാറ്, പിന്നെ വെറൈറ്റി ഓഫ് സെലക്ഷൻ ഓഫ് മീൻ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എവിടെയാന്ന് വെച്ചാല് ബസ് സ്റ്റാൻഡിന്റെ എവിടെയാന്ന് മാപ്പ് ഇട്ടോ. ഓക്കെ, ബാബൂസ് ഹോട്ടലിന്റെ മാപ്പിൽ ഇട്ടാല് കിട്ടും. എന്റെ ഇവിടെയുള്ള ഒരു വഴിയെ പോകുന്ന ഒരാളോട് എവിടെയാ ബാബൂസ് ഹോട്ടൽ എന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും. തിങ് ദാറ്റ് ഐ ഹാവ് റിയലൈസ്ഡ് ലേറ്റർ ഓൺ ഇൻ ലൈഫ് ഇസ് ദാറ്റ് നാട്ടിലില്ല നമുക്ക് ബാംഗ്ലൂരെ പോലെ ഇങ്ങനെ കൂളറായിട്ട് നടക്കാൻ പറ്റൂല. കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യണം. അത് ഒന്ന് കുളിച്ചിട്ട് വേണം ഡ്രസ്സ് ചെയ്യാൻ. ഇത് എൻ്റെ അമ്മേൻ്റെ വീടാണ്. നല്ല കുറേ പച്ചപ്പും ഹരിതാപവും ഉള്ള സ്ഥലമാണ്. തുളസി, ഇത് മൈലാഞ്ചി, കറിവേപ്പില, പഴമതിയെ ഏലോ അല്ല Bye bye. Bitch, I was having a nice time. കുളിക്കാത്തോടാ. വേദികക്കുട്ടി, ഹായ് പറഞ്ഞേ. വേദികക്കുട്ടി ഇങ്ങനെ കുറെ കാലം ഈ കോർപ്പറേറ്റ് ജംഗിളിൽ ഇരുന്നിട്ട് കാടും എല്ലാം കാണുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഐ എം സോ ഹാപ്പി റൈറ്റ് നൗ. നോ സ്ക്രീൻ, ജസ്റ്റ് lot of greenery and nice stuff. നമ്മള് ഫൈനലി വീട്ടിലെത്തി. ഇപ്പോൾ രാത്രി 9 മണിയായി. വീട്ടിലെത്തി. ഈ കാറിൽ അധിക സാധനങ്ങളൊന്നും കൊള്ളൂല. ഇതുണ്ടോ, ഇതെല്ലാം ഇതിൻ്റെ കൂടെയായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. തേങ്ങക്കാന്ന് എന്നെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ്. ബെൻസിനെല്ലാം പറഞ്ഞത് ഒരു 2% കാറാണ്. 4 ആൾക്കാരായിട്ട് പോകുമ്പം നോട്ടായിട്ട് ഇന്ന് ചെറുത്ത് മൊത്തം ഇരുന്നിട്ടാണ് വന്നത്. സാധാരണ നമ്മൾ ഇന്നോവയിൽ കിടന്നാണ് വരല്. ഹോം സ്വീറ്റ് ഹോം. ഇന്ന് ഞാൻ റെക്കോർഡെല്ലാം ചെയ്യാൻ മറന്നുപോയി. പക്ഷേ ഇന്ന് രാവിലെ എണീച്ച് വെറുതെ ഞാൻ കുറേ സമയം ഇരുന്നു. ഇപ്പം സമയം 12:22. ഇപ്പം 12:30. നമ്മൾ ഇന്ന് ലഞ്ച് തിന്നുന്നത് അമ്പലത്തിൽ നിന്നാണ്. അമ്പലം 3 അങ്ങനെ എന്തായിരിക്കും പറയുന്നുണ്ടാവും, വലിയ ഐഡിയ ഇല്ല. ബട്ട് യാ, ടുഡേ ലഞ്ച് ഈസ് അറ്റ് ദ ടെമ്പിൾ. ദിസ് ഇസ് ദി ഔട്ട്ഫിറ്റ്. യു വാണ്ട് ടു കം ഇൻ ദ വീഡിയോ ബ്രദർ? ഓർ ഷീ ഈസ് ടേക്കിംഗ് ഹർ ഓൺ വീഡിയോ ദേർ. Mama told me not to wear sunscreen. നിങ്ങളെല്ലാവരും ഈ വീഡിയോയിൽ വേണമെങ്കിൽ വന്നോ. ഓക്കെ, ഗുഡ്. നമ്മളെ അപ്പനാണ്.
നല്ല സുഖം തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അമ്പലക്കുളം അച്ഛൻ പറഞ്ഞതിന് ഈ കുളം ഉണ്ടാക്കുന്ന സമയത്തില്ലേ ഈ കുളത്തിലെ കല്ലെല്ലാം അച്ഛനും വെക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സൂപ്പറല്ലേ? രണ്ടാളും നല്ല മാച്ച് ആണ്. ഇത് വീഡിയോ ആണ്, നിങ്ങൾ എന്താണ് പറഞ്ഞു. ഹണി അങ്കിളിന്റെ വീട്ടിലായിരുന്നു. ഹണി അങ്കിൾ കളക്ട്സ് എ ലോട്ട് ഓഫ് ആന്റിക് തിങ്സ്. വീട്ടിൽ മൊത്തം ഇങ്ങനെ ഒരുപാട് പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടൈപ്പ് റൈറ്റർ, റേഡിയോ, കോളാമ്പി, അങ്ങനത്തെ വിചിത്ര കാര്യങ്ങളുണ്ട് ഹണി അങ്കിളുടെ വീട്ടിൽ. ഇത് ശരിക്കും വലിയ വലിയ ഇപ്പൊ അവിടെ UK സ്ഥലത്ത് അവര് കോഫി ഷോപ്പിന് മുമ്പിൽ ഇങ്ങനെ ഒരു വുഡില് വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത്. പോളിഷ് ചെയ്യല്ലേ, അവര് പോളിഷ് ചെയ്ത് ഞാനിപ്പം എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെന്റിന്റെ പ്രീ എൻഗേജ്മെന്റ് ഡിന്നറിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ബ്രൈഡ്. കയ്യിൽ മെഹന്തി ഇട്ടിട്ട് ഫുൾ എന്താണ് ആളുടെ പേരെല്ലാം എഴുതിയിട്ടുണ്ട്. ക്വീൻ ഓഫ് ബ്യൂട്ടി. ഇതാണ് ബ്രൈഡ്. പക്ഷെ ബ്രൈഡ് കുറച്ച് ബിസിയാണ്. അപ്പം നമ്മൾ ലേയിൽ വീണ്ടും ഫോക്കസ് ഐഡിയ. അപ്പൊ ഇതാണ് നമ്മുടെ അപ്കമിങ് ബ്രൈഡ്. അപ്കമിങ് ബ്രൈഡിന്റെ നമുക്ക് കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ എപ്പോഴാണ് ഈ ബ്രൈഡിന് ബ്രൈഡായി കാണാൻ പറ്റുക? ഒരു 2 വർഷം. ഓക്കെ, ഇത് ഇന്നത്തെ ദിവസം 27th December 2025. അപ്പോൾ ഒരു 27th December 2027 നമ്മൾ ഇതേ ഇന്റർവ്യൂ വീണ്ടും എടുക്കുന്നത്. ബ്രൈഡ്. ഇത് ഇപ്പോഴത്തെ കറന്റ് ബ്രൈഡ്. നമ്മൾ കുറച്ചൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഇപ്പൊ നടക്കാൻ പോയാ. Okay, I hate to admit it, but I lost the video where she's actually talking about her love story. അപ്പൊ ഞാൻ ഇവളെ ലവ് സ്റ്റോറി ഓഡിയോ ആയിട്ട് പറയാം. ഇവളെ വിശാഖിന് ആദ്യമായിട്ട് കണ്ടത് ഏതൊരു സിനിമ കാണാൻ പോകുമ്പം കണ്ടതാണ്. അതിനുശേഷം they had like a small chat on where you're from, which college, അങ്ങനെ ബേസിക് ചാറ്റ്. അതിനുശേഷം ഇവളെ സെക്കൻഡ് ഇയർ ഓഫ് കോളേജിൽ he asked her out again. അപ്പമാണ് ഷീ സെഡ് യെസ്. ആൻഡ് ഇവളെ സീനിയർ ആയിരുന്നു, കോളേജിലെ സീനിയർ ആയിരുന്നു. ആൻഡ് സിൻസ് ദെൻ ദേ ഹവ് ബീൻ ഡേറ്റിംഗ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് 2-3 years they dated before this day arrived. So congratulations to the happy couple is all I can say. I am still so sad that I missed the recording, man. What the hell? So അതാണ് ലവ് സ്റ്റോറി. ഇനി നാളെ നമ്മൾ ഈ 2 ലവേഴ്സിനെയും ലവ് ബേർഡ്സിനെയും ഒരുമിപ്പിക്കുന്ന ഒരു സെറമണി ഉണ്ട്. എൻഗേജ്മെന്റ് സെറമണി. അപ്പോൾ നിങ്ങൾ പറയണെങ്കിൽ പറഞ്ഞോ. ഇഷ്ടപ്പെട്ട അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് എങ്ങനെ കൺവിൻസ് ചെയ്തത് അച്ഛനാ? എല്ലാരും കൂടെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഇവളെ നമ്മൾ മഴ വിളിക്കുന്നത് ഇവളുടെ പേര് ആക്ച്വലി സ്നേഹാണ്. ശരിയാ. ഈ ജനറേഷനിൽ അപ്പാരന്റ്ലി ഞാനാണ് മൂത്തത്. ഓക്കെ, ഞാൻ ശുഭതയുണ്ട്. ശുഭത പിടിയില്ല. ആദ്യം വിട്ടിട്ടാണ് വരദേശി. പക്ഷെ വരദേശിന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞു. അത് ഞാൻ വിചാരിച്ച ശുഭതയും കൂടി ഉണ്ടാവുന്നു. കാരണം ഇപ്പൊ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി. പക്ഷെ എന്നോ ഇവള് ആക്ച്വലി എന്റെ ചിറ്റയാണ്. ഇവർക്ക് എന്തൊക്കെ വയസ്സായത്? 22. ഓക്കെ, ഇവളിപ്പോ 22 ആണ്. ഞാൻ 25 ആണ്. പക്ഷെ ഇതെന്റെ ചിറ്റയാണ്. ഫാമിലി റിലേഷൻസ് പറഞ്ഞാൽ ഒരു വിചിത്ര സംഭവമാണ്. അതാർക്കും പറയാൻ പറ്റില്ല.
നടന്നു പോലല്ലേ അമ്മ നോക്കിക്കമ്മ നമുക്ക് രണ്ടാക്കും ക്യൂട്ട് ക്യൂട്ട് വിൽ ബി ലൈക്ക് ദാറ്റ് സാരി ഇട്ട് സാരി സോ പ്രിറ്റി ഭയങ്കര ഇഷ്ടമായി സാരി ഒരായാലും പറഞ്ഞെല്ലാരും ബ്രൈഡ് ആയിട്ട് ഇത് ഭയങ്കര നല്ല എഫേർട്സ് ഇടുന്നുണ്ട് വെരി നൈസ് ഗുഡ് ജോബ് മീൻസ ഗുഡ് സ്റ്റാഫ് ഇത് എൻ്റെ അച്ഛൻ ഹി ലുക്സ് ഡാപ്പർ ടുഡേ ഡാപ്പർ ദാ ഗോകുലപ്പന വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ഞാനാണ് ഇതിൻ്റെ ആങ്കർ ചെയ്യുന്നത് സോ ഐ ഹാവ് നോ ഐഡിയ എനിക്ക് മലയാളം അങ്ങനെ പെട്ടെന്നോട്ടൊന്നും വരില്ല പക്ഷെ എന്നാലും സ്കൂൾ കാസർഗോഡ് ജില്ല ഫൈനലി എൻഗേജ്മെന്റ് സെറമണി ഫുള്ളായിട്ട് കഴിഞ്ഞു ഇവിടെ ഫ്രീമിലാന്നാ അപ്പോൾ എൻഗേജ്മെന്റ് സെറമണി ഫുള്ളായിട്ട് കഴിഞ്ഞു ഇനി ഇങ്ങനെ ഫോട്ടോ സെഷൻ അല്ലായിരിക്കും അതിൻ്റെ ശേഷം ബെസ്റ്റ് പാർട്ട് ഞമ്മ നമ്മളെല്ലാം പോകും എനിക്ക് ഓൾറെഡി ഞമ്മൻ്റെ പിന്നെ ചിന്തകളെല്ലാം നല്ലോണം വരുന്നുണ്ട് വയറെല്ലാം വിശക്കുന്നുണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ മത്ത് പിടിച്ചിരിക്കലാണ് എന്നുവെച്ചാ നമ്മള് പറയാനില്ല വെറുതെ നമ്മൾ എന്തായാലും ഞാൻ മ്യൂസിക് എല്ലാം ഇട്ടിട്ട് ഒരു ഇതാക്കാൻ പോലാന്ന് അപ്പൊ വെറുതെ എന്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഇതെല്ലാം എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത വിഷു എല്ലാം കഴിയും ഈ ചാക്കുമായിട്ടാണ് നമ്മൾ പോകുന്നത് വിഷമാറി നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് രണ്ടും ബേക്കൽ കോട്ടയിൽ എത്തിയിട്ടുള്ള നമ്മള് ഭയങ്കര വെയിൽ വെരി വെരി ഹോട്ട് നാരങ്ങ വെള്ളം വേണം പ്രിയപ്പെട്ട ഗാഥക്കുട്ടി
ചേഞ്ച് ഓഫ് ക്ലോത്ത്സ് എടുത്തിട്ടില്ല. അതുകൊണ്ട് അവളിങ്ങനെ സാരി ഇങ്ങനെ പറപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇതാ വീഡിയോ ഷൂട്ട് ചെയ്തോളൂ. അമ്മേന്റെ തല ഒരു ഭയങ്കര ഫോട്ടോയില് കാല് കിട്ടൂല. എങ്ങാനും വീണാൽ അത് വീഡിയോയില് പതിപ്പിക്കണമെന്ന് ഞാനുള്ളത്. എല്ലാരും ആ ബേക്കൽ ഫോർട്ടിൽ വീണ കൊച്ചി അതാണ് ഇത്. മതിയോ? ഒന്നുകൂടെ. ആ കുറച്ചുകൂടി. ആ നെക്സ്റ്റ്. Wow, look at that beauty. ഇപ്പൊ നല്ല വെയിലുള്ള സമയമാണെങ്കിലും ഇല്ലേ അങ്ങനെ ചൂടില്ല. നല്ല നല്ല കാറ്റാണ്. കടൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും. വെരി നൈസ്. ഞാൻ ഇപ്പോഴും പറയുന്നത് വെച്ചാല് ഞാൻ എപ്പം പറയുന്നത് വെച്ചാല് ഡിസംബർ സമയത്ത് നാട്ടിൽ വരിക. കണ്ണൂർ എസ്പെഷ്യലി ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ. ആ കാഞ്ഞങ്ങാട് അല്ലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് അല്ലേ? കാസർഗോഡ് ഡിസ്ട്രിക്റ്റാ? ആ ഓക്കെ. എന്നാൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ വരിക. 23 ഡിഗ്രി സെൽഷ്യസ് ആണ്. പുതപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോ 3:30 രാവിലെ 3:30 നമ്മളിപ്പോ തെയ്യം കാണാൻ വേണ്ടി ഇറങ്ങലാണ്. ഞാനിപ്പോ പണ്ടെന്നറക്കെയാണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. മിഡിൽ ഓഫ് ദ നൈറ്റ്. ബട്ട് വി ഗോ ബിക്കോസ് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര റെയറാണ്. സോ നമ്മളിപ്പോൾ പോകും. ഇന്നത്തെ ഉറക്കത്തിൻ്റെ കാര്യം ഹോബിയാണ്. നമ്മളിപ്പോൾ തെയ്യം പോയി കാണാം. ഇന്നലത്തെ ലീലാവിലാസങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് വന്നത് ജലദോഷം. അപ്പോൾ ഇന്നത്തെ പ്ലാൻസിൽ ഞാൻ എക്സ്ക്ലൂഡഡ് ആണ്. അമ്മയച്ഛനും അമ്പലത്തിൽ പോയിട്ടുണ്ട്. കുഞ്ഞുനും ജലദോഷമാണ്. ലൈക്ക് ഒച്ചയെല്ലാം മാറുന്നുണ്ടില്ലേ. നാളെ പോയിട്ട് പോകേണ്ടതാണ് തിരിച്ച്. എന്നാലും ഭയങ്കരമായ ടോൺസിൽസും ഭയങ്കരമായ ജലദോഷവും ഭയങ്കര പ്രശ്നമായിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ടതാണ് ഇങ്ങനെ കുറച്ച് 30 തുളസിയും മറ്റേ എന്തെങ്കിലും പറയാപ്പോൾ കൂർക്കലയും കൂടി വെച്ചിട്ട് ഇങ്ങനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വെക്കുന്നത്. ബ്രോ നാട്ടിൽ വന്നിട്ട് ജലദോഷം വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തിയായിട്ട സംഭവമാണ്. എന്നാലും വേണ്ടായിരുന്നു. ഞാനിപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് കുറച്ച് സൂര്യനെ കൊള്ളാൻ. ഇതിനറിയാം ഉള്ളിലിരിക്കുന്ന കബയെല്ലാം ഒന്ന് മെൽറ്റായി പോകാൻ. ഒരു പൈപ്പിൻ്റെ അടുക്കാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു സ്റ്റൂളുമ്മൽ. നല്ല സ്ഥലമാണ്. വെയിൽ കൊള്ളാൻ പറ്റിയ സ്ഥലം. ഈ സൈഡിൽ മാത്രമേ വെയിലുള്ളൂ, ബാക്കി എല്ലാ ആസ്പെക്ടസും. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. അച്ഛനും അമ്മയും ഇപ്പോൾ മാടായിക്കാവിൽ പോയിട്ട് വരലാന്ന്. അവിടെ ഈ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. പിന്നെ അടുത്ത പ്രസാദം എന്ന് പറഞ്ഞാൽ ചിക്കനും പയറും തേങ്ങയും ഉള്ളൊരു സംഭവമാണ്. അകപൂജ ചെയ്താൽ അതിനാണ് പ്രസാദം ചിക്കനും. വേണ്ടി
ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന അപ്പന് വേണ്ടി അപ്പം. അപ്പ ഒരപ്പം തിന്നോളൂ. ഞാൻ കണ്ടിട്ടാ ഞാൻ ഒറ്റയ്ക്ക് എടുത്താൽ മതിയാ. എന്റെ കയ്യിൽ ക്യാമറ ഉണ്ട്.